അവിടെ ആരാണ് നിൽക്കേണ്ടത് എന്നുള്ളത് തീരുമാനിക്കേണ്ടത് സംസ്ഥാന പ്രസിഡന്റാണ്. സംസ്ഥാന പ്രസിഡന്റാണ് അന്തിമവാക്ക്. അതിന് തങ്ങളാണ് പറയേണ്ടത്. എൻ്റെ പേര് പറഞ്ഞാൽ ഞാൻ നിൽക്കും, എൻ്റെ പേര് പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ അധ്വാനിക്കും. അല്ല, കോങ്ങാട് ഞങ്ങൾ കഴിഞ്ഞൂറി മത്സരിച്ച് അവിടെ 27,000 വോട്ടിന് നമ്മളന്ന് പരാജയപ്പെട്ടിരുന്നു. അത് കഴിഞ്ഞ് പാർലമെൻറ്റ് ഇലക്ഷൻ വന്നു. ആ പാർലമെൻറ്റ് ഇലക്ഷനിൽ വോട്ടിംഗ് പാറ്റേണിൽ വളരെ വ്യത്യാസങ്ങളും വന്നു. അതൊരു 6,000-ലേക്ക് ഇങ്ങോട്ട് ചുരുങ്ങി വന്നു. അപ്പോൾ അത് വെച്ച് ഞങ്ങൾ ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റി ഒരു സമഗ്രമായ പഠനം നടത്തി. അപ്പോൾ പഠനം നടത്തിയപ്പോൾ സ്വാഭാവികമായും ആ മണ്ഡലം ഞങ്ങൾ മത്സരിക്കുന്നതിനേക്കാൾ നല്ലത് കോൺഗ്രസ് മത്സരിക്കലാണ്. ഞങ്ങൾക്ക് 4 പഞ്ചായത്തുകളിൽ ഞങ്ങൾ നിർണായകമാണ്: കാഞ്ഞിരപ്പുഴ, തച്ചമ്പാറ, കാരാകുറിശി, കരിമ്പ. ഈ 4 പഞ്ചായത്തുകളിൽ മേജർ പാർട്ടി ലീഗ് തന്നെയാണ്. പക്ഷെ ഇങ്ങോട്ടുള്ള 4 പഞ്ചായത്തുകളിൽ ഞങ്ങൾ നാമമാത്രമാണ്. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ ഈ പഞ്ചായത്തുകളിലൊക്കെ വോട്ടിംഗ് പാറ്റേൺ നോക്കുമ്പോൾ അവിടെ കോൺഗ്രസ് മത്സരിക്കലാണ് നല്ലത്. ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് ലീഗിന് എന്നതിനേക്കാൾ ഉപരി ലീഗ് കാണുന്നത് UDFൻ്റെ ഒരു ശക്തമായ തിരിച്ചുവരവാണ്. അപ്പോൾ ആ സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കലാണ് നല്ലത് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ആ അഭിപ്രായം ഞങ്ങൾ സ്റ്റേറ്റ് കമ്മിറ്റിയെ ഞങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതനുസരിച്ചിട്ടുള്ള ചർച്ച നടക്കുമെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്, നടക്കുന്നുണ്ട് എന്നാണ് ഞങ്ങൾ ഊഹിക്കുന്നത്. പാലക്കാട് ജില്ലയിൽ ഞങ്ങൾക്ക് മത്സരിക്കാൻ വിജയപ്രതീക്ഷയുള്ള മണ്ണാർക്കാട് ഒഴികെയുള്ള ഒരു സീറ്റ് കൂടെ ആണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. അപ്പോൾ വിജയപ്രതീക്ഷയുള്ള ഒരു സീറ്റും ഞങ്ങൾ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഏറ്റവും ശക്തിയുള്ള ഒരു പഞ്ചായത്ത് ഒരു മണ്ഡലം പട്ടാമ്പി മണ്ഡലമാണ്. പട്ടാമ്പി മണ്ഡലത്തിൽ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി നിൽക്കുന്നത് മുസ്ലിം ലീഗാണ്. 2ാം സ്ഥാനത്ത് കോൺഗ്രസ് ആണ്. 3ാം സ്ഥാനത്താണ് CPM നിൽക്കുന്നത്. 68ഓളം ജനപ്രതിനിധികൾ ഞങ്ങൾക്ക് അവിടെയുണ്ട്. അപ്പോൾ ഐക്യജനാധിപത്യ മുന്നണിയുടെ പിന്തുണയോടുകൂടി പട്ടാമ്പിയിൽ ലീഗ് മത്സരിക്കുകയാണെങ്കിൽ അതായിരിക്കും നല്ലത് എന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. കോങ്ങാട് കോൺഗ്രസ് മത്സരിക്കലാണ് നല്ലത് എന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. അല്ല, അത് അവിടെ സീറ്റ് കിട്ടിയാൽ അവിടെ ആരാണ് നിൽക്കേണ്ടത് എന്നുള്ളത് തീരുമാനിക്കേണ്ടത് സംസ്ഥാന പ്രസിഡന്റാണ്. സംസ്ഥാന പ്രസിഡന്റാണ് അന്തിമവാക്ക്. അതിന് തങ്ങളാണ് പറയേണ്ടത്. എൻ്റെ പേര് പറഞ്ഞാൽ ഞാൻ നിൽക്കും, എൻ്റെ പേര് പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ അധ്വാനിക്കും. എങ്ങനെ? അല്ല, കോങ്ങാട് ഒരു കാരണവശാലും ലീഗ് മത്സരിക്കാൻ പറ്റില്ല എന്നുള്ളത് നമ്മൾ സംസ്ഥാന കമ്മിറ്റി അന്ന് തന്നെ നമ്മൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇലക്ഷൻ കഴിഞ്ഞിട്ടുള്ള റിവ്യൂ മീറ്റിങ്ങിൽ തന്നെ നമ്മൾ ബോധ്യപ്പെടുത്തിയിരുന്നു. ഇപ്പം നമ്മൾ സീറ്റ് വിഭജന ചർച്ച തുടങ്ങുന്നതിൻ്റെ മുന്നോടിയായി നമുക്ക് നമ്മുടെ നേതാക്കളോട് പറയാനല്ലേ പറ്റുള്ളൂ. അവരെ കാര്യം നമ്മൾ ബോധ്യപ്പെടുത്തി. അല്ല, ഇപ്പോൾ വന്നപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നമ്മൾ വലിയ മുന്നേറ്റമാണ് അവിടെ നടത്തിയിട്ടുള്ളത്. 4 പഞ്ചായത്ത് നമ്മൾ ഭരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. പിടിച്ചു അല്ല, കാരാകുറിശി നമ്മൾ പിടിച്ചു, കരിമ്പ നമ്മൾ പിടിച്ചു. അല്ല, അത് തെറ്റല്ല. തെറ്റ് പറഞ്ഞത് കാര്യം ഒരു പഞ്ചായത്തല്ലല്ലോ, ഒരു മണ്ഡലം. ഇങ്ങനെ പ്രശ്നം. അത് സ്ഥാനാർത്ഥി ചർച്ചയിലേക്ക് പാർട്ടി കടന്നിട്ടില്ല. നാളെ സ്റ്റേറ്റ് കമ്മിറ്റി ഉണ്ട്. ആ സ്റ്റേറ്റ് കമ്മിറ്റിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അങ്ങനെയുള്ള ഒരു ചർച്ചയൊക്കെ ഉണ്ടാവുള്ളൂ. അങ്ങനെ പാർട്ടിയിൽ അങ്ങനെ അവിടുന്ന് ആൾ മത്സരിക്കണം എന്നുള്ളതൊന്നും പാർട്ടിയിൽ പൊന്തി വന്നിട്ടില്ല. അപ്പോൾ MLA എന്നുള്ള നിലയിൽ അദ്ദേഹം നല്ല വിജയമാണ്. അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കുക അതൊക്കെ തീരുമാനിക്കേണ്ടതൊക്കെ പാർട്ടിയാണ്. MLA എന്നുള്ള കാര്യത്തിൽ അദ്ദേഹം നല്ല വിജയമാണ്. അത് നമുക്ക് ജില്ലാ കമ്മിറ്റിക്ക് അത് പറയാനുള്ള അധികാരമില്ല. അവിടെ സ്ഥാനാർത്ഥികളൊക്കെ പ്രഖ്യാപിക്കേണ്ടത് സ്റ്റേറ്റ് കമ്മിറ്റിയാണ്. അതിനൊന്നും നമ്മൾ കൈകടത്തും. കേട്ടില്ല.
ഉം. ഇല്ല, അവിടെ ഇപ്പോൾ അവിടെ MLA എന്നുള്ള നിലയിൽ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ ദൃഷ്ടിയിലും നമ്മുടെ ജില്ലാ കമ്മിറ്റിയുടെ വിലയിരുത്തലിലൊക്കെ അയാൾ നല്ല വിജയമാണ് ശംസുദ്ദീൻ. ബാക്കിയുള്ളതൊക്കെ സ്റ്റേറ്റ് കമ്മിറ്റി തീരുമാനിക്കും. അത് തന്നെ ഈ 3 തവണ എന്നുള്ളതിൽ ആർക്കൊക്കെ ഇളവ് കൊടുക്കണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത് സ്റ്റേറ്റ് കമ്മിറ്റിയാണ്. അതിപ്പോ 3 തവണ കഴിഞ്ഞവർക്ക് ഇളവ് ഉണ്ടോ അല്ലേ, അത് ആർക്കൊക്കെ കൊടുക്കണം എന്ന് തീരുമാനിക്കേണ്ടത് തങ്ങളാണ്. തങ്ങൾ പ്രഖ്യാപിച്ചാൽ 4 ആവാം, 5 ആവാം, 6 ആവാം ഒക്കെ ആവാം. അതുപോലെ തന്നെ കുമരമ്പത്തൂർ പഞ്ചായത്തിൽ വലിയൊരു തിരിച്ചടി നമുക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ ആ ഒരു കമ്മിറ്റിയിൽ വലിയ രൂപത്തിലുള്ള പൊട്ടിത്തെറികൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് കിട്ടിയ വിവരം. അല്ല, അവിടുത്തെ പരാജയത്തെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. ആ പഠനത്തിന് ശേഷം നമ്മളത് പ്രതികരിക്കും. ഒരു ജില്ലാ നേതാവിനെതിരെ പൊൻപാറ കോയക്കുട്ടിക്കെതിരെ വലിയ രൂപത്തിലുള്ള ഒരു വാർഡ് കമ്മിറ്റിയിൽ നിന്ന് പരാതി. അതന്നെ, അതിപ്പോ നമ്മൾ ആർക്കാണ് പരാജയത്തിന്റെ പിന്നിലുള്ള അതിൽ ഇടപെട്ടിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ പഠിച്ചതിന് ശേഷം പറയും. നടപടി ഉണ്ടാവും. പഠിച്ചതിന് ശേഷം ആ കാര്യത്തെ കുറിച്ച് ആലോചിക്കും.